ഇടപ്പം നമ്മൾ VSEPR തിയറി. ഓക്കെ, സോ VSEPR തിയറിയിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത മോഡൽ ഇതേതായിരുന്നു? ഇത് ടൈപ്പായിരുന്നു AB2. AB2 അല്ലേ? ബോണ്ട് ആംഗിൾ 180 ഡിഗ്രി, ഷേപ്പ് ലീനിയർ. സോ നെക്സ്റ്റ് കേസ് നമുക്ക് വരുന്നത് AB3. AB3 ഏതാടാ? ട്രയാഗണൽ പ്ലാനാർ. AB3 വരുന്നത് ട്രയാഗണൽ പ്ലാനാർ. ഇപ്പം നമുക്ക് ട്രയാഗണൽ പ്ലാനാർ എന്ന് പറയുമ്പോൾ മക്കളെ ഇത് ട്രയാഗണൽ പ്ലാനാർ. സോ AB3 ട്രയാഗണൽ പ്ലാനാർ. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് AB4 ഏതായിരുന്നു? ടെട്രാഹീഡ്രൽ. ബോണ്ട് ആംഗിൾ 109.5. കറക്റ്റ്, 109 ഡിഗ്രി 28 മിനിറ്റ്സ്. അത് നമ്മൾ 109.5 ഡിഗ്രി എന്ന് പറയുന്നത്. മക്കളെ അടുത്തത് വരുന്നത് മക്കളെ നെക്സ്റ്റ് ഷേപ്പ് ഏതായിരുന്നു? നെക്സ്റ്റ് ഷേപ്പ് ട്രയാഗണൽ ബൈ പിരമിഡ്. ഈ ബോണ്ട് ഏതായിരുന്നു? ആക്സിയൽ. ഇത് ആക്സിയൽ, ഇത് ഇക്വറ്റോറിയൽ. ആക്സിയൽ ബോണ്ടും ഇക്വറ്റോറിയൽ ബോണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാ ഷേപ്പിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഇവിടെ എന്ത് കാണാം? എല്ലാ ആംഗിളും ഇവിടെ സെയിം, എല്ലാ ബോണ്ടും ഇവിടെ എന്തല്ല? സെയിം അല്ല. സോ ആക്സിയൽ ബോണ്ട് ഈസ് സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട്. അതുപോലെ തന്നെ ബോണ്ട് ലെങ്ത് ഇതിൽ ഡിഫറെൻ്റ് ആണ്. രണ്ട് ടൈപ്പ് ബോണ്ട് വരുന്നുണ്ട്. ആക്സിയൽ ബോണ്ട് വരുന്നുണ്ട്, ഇക്വറ്റോറിയൽ ബോണ്ട് വരുന്നുണ്ട്. ബോണ്ട് ആംഗിൾ ഇക്വറ്റോറിയൽ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി. ഇനി ഇക്വറ്റോറിയലും ഇതേതാണ് ബോണ്ട്? ആക്സിയലും ഇക്വറ്റോറിയലും തമ്മിൽ ആംഗിൾ 90 ഡിഗ്രി. രണ്ട് ടൈപ്പ് ബോണ്ട് ആംഗിൾ വരുന്നുണ്ട്, രണ്ട് ടൈപ്പ് ബോണ്ട് വരുന്നുണ്ട്. അതാ ഷേപ്പ് ട്രയാഗണൽ ബൈ പിരമിഡ്. ഇതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ, ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ആണ് ഇത് PCl5. സോ അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്കസ് ചെയ്തത് SF6. ഡൗട്ട് എന്താ? ഇക്വറ്റോറിയലും തമ്മിൽ ഇക്വറ്റോറിയൽ തമ്മിൽ ആംഗിൾ എത്ര? 120. ഇക്വറ്റോറിയൽ ആക്സിൽ എത്ര? 90 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഷേപ്പ് VSEPR. അടുത്ത് വരുന്ന ഷേപ്പ് ഒക്ടഹൈഡ്ര എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബൈ പിരമിഡൽ. ഈ ആംഗിൾ എത്ര? 90. ഈ ആംഗിൾ എത്ര? എല്ലാ ആംഗിളും 90 ഡിഗ്രി. കറക്റ്റ്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മുടെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറിയിൽ വരുന്നത്. അപ്പോൾ എന്താണ് ഈ VSEPR തിയറി പറയുന്നത്? ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ മോളിക്യൂളിൻ്റെ സെൻട്രൽ എലമെന്റ് ഏതാണോ അതിലുള്ള വാലൻസ് ഇലക്ട്രോണെയാണ്. വാലൻസ് ഇലക്ട്രോൺ ഏത് ഫോമില എക്സിസ്റ്റ് ചെയ്യാം? ബോണ്ട് പെയർ ആയിട്ടും ലോൺ പെയർ ആയിട്ടും. സോ അവർ തമ്മിൽ എന്തുണ്ടാകും? റിപ്പൽഷൻ ഉണ്ടാകും. അപ്പോൾ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ മാക്സിമം ഡിസ്റ്റൻസിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം. ഏതൊക്കെ റിപ്പൽഷൻ്റെ ഓർഡർ എങ്ങനെ വരാം? ലോൺ പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൽഷൻ ഗ്രേറ്റർ ദാൻ ബോണ്ട് പെയർ റിപ്പൽഷൻ. നെക്സ്റ്റ്, ഇനി ഇത് ഓരോ കേസിൽ ലോൺ പെയർ വരുന്ന കേസായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, നമുക്ക് ഇവിടെ എടുക്കാം AB2 ടൈപ്പ് എന്ന് പറയുമ്പം അതിൽ ഒരു ലോൺ പെയർ, രണ്ട് ബോണ്ട് പെയറിൽ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഒരു ലോൺ പെയർ വരുന്ന കേസ് അൺസ്റ്റേബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മോളിക്യൂളിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. AB2 എന്ന് പറഞ്ഞാൽ അതിൽ ഒറ്റ ടൈപ്പ് മോളിക്യൂളെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അത് ആര് മാത്രമാണ്? AB2, വേറെ ഒന്നുമില്ല. അതിന് എക്സാമ്പിളാണ് ബെറിലിയം ക്ലോറൈഡ്, BCl2. നെക്സ്റ്റ് നമ്മൾ BCl3യിലേക്ക് വരികയാണ്. നെക്സ്റ്റ് നമ്മൾ അടുത്ത ടൈപ്പിലേക്ക് വരികയാണ് AB3യിലേക്ക് നമ്മൾ വരികയാണ്. AB3 എന്ന് പറയുമ്പം 3 ബോണ്ട് പെയർ വന്നില്ലേ? യെസ്, 3 ബോണ്ട് പെയർ വന്നു. AB3 എന്ന് പറയുമ്പോൾ സ്റ്റെറിക് നമ്പർ 3 എന്നാ പറയാം. നമ്മൾ ടോട്ടൽ സെൻട്രൽ എലമെന്റിലെ
ടോട്ടൽ ബോണ്ട് പെയറും ലോൺ പെയറും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് നമ്പറാണോ വരുന്നത് അതിനെ നമ്മൾ എന്ത് വിളിക്കുക? സ്റ്റെറിക് നമ്പർ. ഓക്കെ, അപ്പൊ സ്റ്റെറിക് നമ്പർ 3യുടെ കേസ്, സ്റ്റെറിക് നമ്പർ 3യിൽ ഒരു കേസ് AB3 ആണ്. മൂന്നും ബോണ്ട് പെയർ വരുന്നു, മൂന്നും ബോണ്ട് പെയർ വരുന്നു, ലോൺ പെയർ അതിൽ വരുന്നേ ഇല്ല. ഓക്കെ, ഇനി ഇതിൽ വേറൊരു പോസിബിലിറ്റി എന്താന്ന് ചോദിച്ചാൽ എ സെൻട്രൽ എലമെന്റ് 2 ബോണ്ട് പെയർ വരാം, എന്നിട്ട് ഒരു ലോൺ പെയർ വരാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. എ ഇവിടെ ബി വരുന്നു, ഇവിടെ ബി വരുന്നു, ഇവിടെ ആര് വരുന്നു? ലോൺ പെയർ വരുന്നു. ഓക്കെ, ഇപ്പൊ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ്, ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ്. ഓക്കെ, ഇപ്പൊ ഇത് നമ്മളെ ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യാം. ഇതിൽ ഇത് ബോണ്ട് പെയർ ആണ്, ഇത് ബോണ്ട് പെയർ ആണ്, ഇത് ലോൺ പെയർ ആണ്. അങ്ങനെയെങ്കിൽ ഈ ലോൺ പെയർ ബോണ്ട് പെയർ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയർ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. അപ്പൊ റിപ്പൽഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ബോണ്ടിനെ നമ്മൾ കുറച്ചും കൂടെ അടുത്തേക്ക് കൊണ്ടുവരും. ഇവിടെ ആരാ ഉള്ളത്? മൂന്നും ബോണ്ട് പെയർ ആണെങ്കിൽ ഇതിന്റെ ഷേപ്പ് ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ് ആണ്. ഇനി ഇവിടെ ആര് വരികയാണ്? ലോൺ പെയർ. അതായത് ടൈപ്പ് AB2E അല്ലെങ്കിൽ AB2L. അപ്പൊ ഇതെന്താണ്? ലോൺ പെയർ. അപ്പോൾ ഈ ലോൺ പെയർ ഈ ബോണ്ട് പെയറിനെയും ഈ ബോണ്ട് പെയറിനെയും നല്ലോണം എന്ത് ചെയ്യും? റിപ്പൽഷൻ നടക്കും. സോ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ നമ്മൾ ആരടുത്തേക്ക് കൊണ്ടുവരിക? ബോണ്ട് പെയറിനെ അടുത്തേക്ക് കൊണ്ടുവന്നു. യെസ്. എന്നിട്ട് നോക്കണേ, ഇതിന്റെ ഷേപ്പ് പറയുമ്പോൾ നമ്മൾ ആരെ കൺസിഡർ ചെയ്യേണ്ട? ഈ ലോൺ പെയറിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഷേപ്പ് എന്തായിട്ട് മാറും? ഷേപ്പ് ജോമെട്രി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഇതിന്റെ ജോമെട്രി ട്രയാഗണൽ പ്ലാനാർ ജോമെട്രി ആണ്, ഇലക്ട്രോൺ ജോമെട്രി. ഷേപ്പ് പറയുന്ന സമയത്ത് ഇവിടെയുള്ള ഈ ലോൺ പെയറിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പ്, വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ്. അപ്പൊ നമ്മളിവിടെ അറിയേണ്ടത് സ്റ്റെറിക് നമ്പർ 3യിൽ എല്ലാം ബോണ്ട് പെയർ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് ആണ്, അതിന്റെ ജോമെട്രി ആണ് ട്രയാഗണൽ പ്ലാനാർ. ഇനി അതിൽ ഒരു ലോൺ പെയർ ആണ് വരുന്നതെങ്കിൽ ഈ ലോൺ പെയർ ഇതിനെയും തമ്മിൽ റിപ്പൽഷൻ ഉണ്ടാകും. അപ്പൊ റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ ഇതിനെ നമ്മൾ അടുത്തേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മൾ ഷേപ്പ് പറയുമ്പോൾ ആരെ കൺസിഡർ ചെയ്യേണ്ട? ലോൺ പെയറിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഷേപ്പ് എന്താണ് വരിക? ഇൻവേർട്ടഡ് വി ഷേപ്പ് അല്ലെങ്കിൽ ബെൻഡ് ഷേപ്പ്. ഇനി അടുത്തതും ലോൺ പെയർ വരുന്ന കേസ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അത് ഹൈലി അൺസ്റ്റേബിൾ ആണ്, അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. അപ്പൊ ഇതിൽ നമ്മൾ ഇത്ര മോളിക്യൂൾ ശ്രദ്ധിക്കണം. സ്റ്റെറിക് നമ്പർ 3യിൽ ഏതൊക്കെയാണ് പോസിബിൾ? സ്റ്റെറിക് നമ്പർ 3യിൽ ഏതൊക്കെ പോസിബിൾ? AB3 പറയടാ, അതിന്റെ ജോമെട്രി പറയടാ, ട്രയാഗണൽ പ്ലാനാർ. ഷേപ്പ് പറയടാ, ട്രയാഗണൽ പ്ലാനാർ. AB2E ജോമെട്രി എന്താണെന്ന് ചോദിച്ചാൽ സ്റ്റെറിക് നമ്പർ 3 എന്ന് വന്നാൽ ജോമെട്രി എപ്പോഴും നമ്മൾ എന്താ പറയേണ്ടത്? ഇലക്ട്രോൺ ജോമെട്രി ട്രയാഗണൽ പ്ലാനാർ. ജോമെട്രി പറയുമ്പം നമ്മൾ ലോൺ പെയറിനെ കൺസിഡർ ചെയ്യണം. എന്നാൽ ഷേപ്പ് പറയുമ്പം നമ്മൾ ലോൺ പെയറിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ AB2Lന്റെ അല്ലെങ്കിൽ AB2Eയുടെ ഷേപ്പ് എന്താണ്? ബെൻഡ് ഷേപ്പ്. ക്ലിയർ അല്ലേ? യെസ്. സ്റ്റെറിക് നമ്പർ 2 പറയടാ. സ്റ്റെറിക് നമ്പർ 2 ലീനിയർ ടൈപ്പ് AB2 കഴിഞ്ഞു. സ്റ്റെറിക് നമ്പർ 3 എല്ലാം ബോണ്ട് പെയർ വരുന്നത് AB3 ട്രയാഗണൽ പ്ലാനാർ ഷേപ്പ്. പിന്നെ ഒരു ലോൺ പെയർ വരുന്നത് AB2L ഷേപ്പ് ബെൻഡ് ഷേപ്പ്. ഇത്രയും ക്ലിയർ അല്ലേ? ഇനി നമ്മൾ അടുത്തതിലേക്ക് പോവാണ്. സ്റ്റെറിക് നമ്പർ 4 എല്ലാം ബോണ്ട് പെയർ ആണെങ്കിൽ AB4 ടൈപ്പ് ടെട്രാഹൈഡ്ര. ഇനി അതിൽ ഒരു ലോൺ പെയർ വരാം. ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ അത് AB3E. 2 ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ AB2E2. ഇപ്പൊ AB4 നമ്മൾ സ്റ്റെറിക് നമ്പർ 4ലേക്ക് വന്നു. സ്റ്റെറിക് നമ്പർ 4 ഇത് നമ്മുടെ സ്റ്റെറിക് നമ്പർ 4. അതിൽ ഏതൊക്കെ പോസിബിലിറ്റി? എല്ലാം ബോണ്ട് പെയർ ആണെങ്കിൽ പറയടാ AB4. ഇനി ഒരു ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ AB3L എന്നോ അല്ലെങ്കിൽ E എന്നോ റെപ്രസെന്റ് ചെയ്യുക. AB3E അല്ലെങ്കിൽ AB3L.
ഇനി ഒന്നും കൂടെ ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ AB2E2 അല്ലെങ്കിൽ AB2L2. AB4 ടൈപ്പ്, ജോമെട്രി, ടെട്രാഹൈഡ്ര, ഷേപ്പ്, ടെട്രാഹൈഡ്ര. ഇനി ഇവിടെ ആര് വരെയാണ്? ഒരു ലോൺ പെയർ വരെയാണ്. ഇവിടെ ഒരു ലോൺ പെയർ, ഇത് ലോൺ പെയർ ആണ്. ലോൺ പെയർ വന്നു കഴിഞ്ഞാൽ ഈ ലോൺ പെയർ ഈ ബോണ്ടിനെയും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. VSE പെയർ തിയറി എന്താ പറയുന്നത്? റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ബോണ്ട് പെയറിനെ മാക്സിമം ഡിസ്റ്റൻസിലേക്ക് കൊണ്ടുവരണം എന്നല്ലേ പറയുന്നത്. അപ്പൊ ഈ ലോൺ പെയർ എടാ ഈ ബോണ്ടിനെയും നല്ലോണം റിപ്പൽ ചെയ്യും. ഇൻ ഓർഡർ ടു മിനിമൈസ് റിപ്പൽഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബോണ്ടിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരികയാണ്, കുറച്ച് അടുത്തേക്ക് കൊണ്ടുവരികയാണ്. വീണ്ടും ഒരു ലോൺ പെയർ വരികയാണ്. ഇതിൽ വീണ്ടും ഒരു ലോൺ പെയർ വരികയാണ്. വീണ്ടും ലോൺ പെയർ വന്നു. ടൈപ്പ് ഏതാടാ? ടൈപ്പ് AB2E2 അല്ലെങ്കിൽ AB2L2. ഈ ലോൺ പെയറും ആരെ റിപ്പൽ ചെയ്യും? ഇതിനെ റിപ്പൽ ചെയ്യും. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടി മാക്സിമം ബോണ്ടിനെ അടുത്തേക്ക് കൊണ്ടുവരിക. ഇനി ആ ലോൺ പെയറിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പൊ ഷേപ്പ് ഏതാണ്? ബെൻഡ് ഷേപ്പ്. അതാണ് നമ്മൾ 3 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഒന്ന് പറയണേ. AB4 ടെട്രാഹീഡ്രൽ ഷേപ്പ്. AB3L pyramidal shape. AB2L2 bend shape. അപ്പൊ സ്റ്റെറിക് നമ്പർ 4 നമ്മുടെ മൈൻഡിലേക്ക് ഈ ഒരു മോഡൽ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. സ്റ്റെറിക് നമ്പർ 4 AB4 ടെട്രാഹൈഡ്ര. സോ ഇവിടെ ഒരു ലോൺ പെയർ വന്നു. യെസ്, ഷേപ്പ് പിരമിഡൽ ഷേപ്പ്. വീണ്ടും ഒരു ലോൺ പെയർ വന്നു, ഷേപ്പ് ബെൻഡ് ഷേപ്പ്. അങ്ങനെ നമ്മുടെ മൈൻഡിലേക്ക് അത് ഓട്ടോമാറ്റിക്കലി മൈൻഡിലേക്ക് വരും. സോ AB4 നമ്പർ 1 ടെട്രാഹൈഡ്ര. ഒരു ലോൺ പെയർ വന്നാൽ പിരമിഡൽ ഷേപ്പ്. രണ്ട് ലോൺ പെയർ വന്നാൽ ഇത് ലോൺ പെയർ ആയി. രണ്ട് ലോൺ പെയർ വന്നാൽ പിരമിഡ്. രണ്ട് ലോൺ പെയർ വന്നാൽ ബെൻഡ് ഷേപ്പ്. കറക്റ്റ്. അതാണ് നമ്മുടെ സ്റ്റെറിക് നമ്പർ 4 ഉള്ളത്. അപ്പോൾ വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ സ്റ്റെറിക് നമ്പർ 2 ലീനിയർ. അത് മാത്രമേ ഉള്ളൂ. ബോണ്ട് ആംഗിൾ 180. സ്റ്റെറിക് നമ്പർ 3 രണ്ട് ടൈപ്പ് മോളിക്യൂൾ AB3 ട്രയാഗണൽ പ്ലാനാർ, AB2E അല്ലെങ്കിൽ AB2L ബെൻഡ് ഷേപ്പ്. Then steric number 4 tetrahedra. Steric number 4 tetrahedra geometry. അതിൽ നമ്പർ 1 AB4 tetrahedra. AB3E അല്ലെങ്കിൽ AB3L pyramidal. Then AB2E2 bend shape. Clear അല്ലേ? നമ്മൾ ഇനി അടുത്തതിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. അടുത്തത് സ്റ്റെറിക് നമ്പർ 5. സ്റ്റെറിക് നമ്പർ 5ലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റെറിക് നമ്പർ 5 ഏതൊക്കെ പോസിബിലിറ്റിയാ? AB5 ഉണ്ടാവാം, എല്ലാം ബോണ്ട് പെയർ. പിന്നെ അതിലൊരു ലോൺ പെയർ വരുന്ന കേസ് AB4E. വീണ്ടും ഒരു ലോൺ പെയറും കൂടെ എക്സ്ട്രാ വരുന്ന ടൈപ്പ് AB3E2. വീണ്ടും ഒരു ലോൺ പെയർ വരാം AB2E3. ഇത്രയും ഷേപ്പ് അതിൽ പോസിബിൾ ആണ്. ഏതൊക്കെയാടാ? എല്ലാം ബോണ്ട് പെയർ. അതാണ് ഏത്? AB5. ഇനി അതിൽ ഒരു ബോണ്ട് മാറിയിട്ട് അവിടേക്ക് ഒരു ലോൺ പെയർ വരാം. അപ്പൊ AB4E. വീണ്ടും ഒരു ബോണ്ട് പെയർ മാറിയിട്ട് ഒരു ലോൺ പെയർ വരാം AB3E2. വീണ്ടും ഒരു ബോണ്ട് പെയർ മാറിയിട്ട് വീണ്ടും ഒരു ലോൺ പെയർ വരാം. അപ്പൊ AB2E3. ഓക്കെ, അതിന്റെ ഷേപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇവിടെ നമ്മൾ ഇതിന്റെ ഷേപ്പ് നമ്മൾ പ്രൊഡിക്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ പോലെ നമ്മൾ ബോണ്ടിനെ അടുത്തേക്ക് റിപ്പൾഷൻ കാരണം ബോണ്ടിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരിക എന്നുള്ള കാര്യമല്ല ചെയ്യുന്നത്. നമുക്കത് ഫസ്റ്റ് ടൈപ്പ് സ്റ്റെറിക് നമ്പർ 5 ഇതൊരു സ്പെഷ്യൽ കേസാണ്. AB5 ട്രയാഗണൽ ബൈ പിരമിഡൽ. രണ്ട് ടൈപ്പ് ബോണ്ട് ആംഗിൾ ഉണ്ട്.
രണ്ട് ടൈപ്പ് ബോണ്ട് ആംഗിൾ ഉണ്ട്, 90 ഡിഗ്രിയും 120 ഡിഗ്രി. രണ്ട് ടൈപ്പ് ബോണ്ടുകൾ ഉണ്ട്, ആക്സിയൽ ബോണ്ട് ആൻഡ് ഇക്വറ്റോറിയൽ ബോണ്ട്. ഇനി നിങ്ങൾ നോക്കണേ ഇതേത് ബോണ്ടാ? ഇതേത് ബോണ്ടാ? ഈ ഇക്വറ്റോറിയൽ ബോണ്ടിൽ നിൽക്കുന്ന ഇലക്ട്രോണിനാണോ ആക്സിയൽ ബോണ്ടിൽ നിൽക്കുന്ന ഇലക്ട്രോണിനാണോ കൂടുതൽ റിപ്പൽഷൻ എക്സ്പീരിയൻസ് ചെയ്യുക? ആക്സിയൽ ബോണ്ട് നിൽക്കുന്നതിനാണോ ഇക്വറ്റോറിയൽ ബോണ്ട് നിൽക്കുന്നതിനാണോ കൂടുതൽ റിപ്പൽഷൻ ഉണ്ടാവുക? അത് ആക്സിയൽ ബോണ്ട് നിൽക്കുന്ന കാരണം. അതുകൊണ്ടാണ് ആക്സിയൽ ബോണ്ട് ഈസ് സ്ലൈറ്റ്ലി ലോങ്ങർ ദാൻ ഇക്വറ്റോറിയൽ ബോണ്ട് എന്ന് പറയുന്നത്. കറക്റ്റ്. ഇനി ഇതിലേക്ക് ആര് വരാൻ പോവാണ്? ഇതിലെ ഒരു ബോണ്ടിനെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കിയിട്ട് ഒരു ബോണ്ടിനെ നമ്മൾ ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് അവിടത്തേക്ക് നമ്മൾ ആരെ വെക്കണം? ലോൺ പെയർ വെക്കണം. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ഏതായിട്ട് മാറും? AB4E ആയിട്ട് മാറും. അപ്പൊ ആ ലോൺ പെയറിന് ഇതിൽ എവിടെ വെക്കണം? ലോൺ പെയറിന് വെക്കേണ്ട. ലോൺ പെയർ ആണ് എന്തുണ്ടാക്കുന്നത്? കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാക്കുന്നത്. അപ്പൊ ആരാണോ കൂടുതൽ റിപ്പൾഷൻ ഉണ്ടാക്കുന്നത് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ബോണ്ട് ആംഗിൾ കൂടിയ ഭാഗത്ത് വെക്കണം. ആരാ റിപ്പൾഷൻ ഉണ്ടാക്കുന്നത്? ലോൺ പെയർ ആണോ ബോണ്ട് പെയർ ആണോ? ഇതിൽ ഒരു ബോണ്ടിനെ നമുക്ക് ഒഴിവാക്കിയിട്ട് അവിടെ ആരെ വെക്കണം? ലോൺ പെയർ വെക്കണം. അപ്പൊ നമ്മൾ ടൈപ്പ് ഏതായിട്ട് മാറും? AB4E. അപ്പൊ ഇതിൽ ലോൺ പെയറിനെ എവിടെ വെക്കേണ്ടത്? ലോൺ പെയറിനെ വെച്ച് കഴിഞ്ഞാൽ റിപ്പൽഷൻ കുറയണം. റിപ്പൽഷൻ കുറയണമെങ്കിൽ ബോണ്ട് ആംഗിൾ കൂടിയ ഭാഗത്ത് വെക്കണം. എടാ, ഈ ഇക്വറ്റോറിയൽ ആണോ ആക്സിയൽ ആണോ നല്ലോണം റിപ്പൽഷൻ ഉണ്ടാവുക? ഇവിടെയാണോ നല്ലോണം റിപ്പൽഷൻ ഉണ്ടാവുക? ഇവിടെ നല്ല റിപ്പൽഷൻ ഉണ്ടാവുക? ഇവിടെ നല്ലോണം റിപ്പൽഷൻ ഉണ്ടാവുക? യെസ്, കാരണം 90 ഡിഗ്രിയിലാണ്, ഇത് 120 ഡിഗ്രിയിലാണ്. സോ റിപ്പൽഷൻ കൂടുതലുള്ളത് ആരാണ്? ഇവിടെ ലോൺ പെയർ ആണ്. അവരെ നമ്മൾ ഇവിടെ വെക്കണം? ബോണ്ട് ആംഗിൾ കൂടിയ ഭാഗത്ത് വെക്കണം. ഇവിടെ ബോണ്ട് ആംഗിൾ കൂടിയ ഭാഗം എവിടെയാടാ? ഇക്വറ്റോറിയൽ. സോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ കേസിൽ AB5 കേസിൽ ട്രയാഗണൽ ബൈപിരമിഡ് വരുന്ന കേസിൽ ലോൺ പെയർ ഇലക്ട്രോൺ ഈസ് ആൾവേസ് പ്ലേസ്ഡ് അറ്റ് ഇക്വറ്റോറിയൽ ആക്സിയൽ. എന്തുകൊണ്ട് ഇക്വറ്റോറിയൽ? ഇക്വറ്റോറിയലാണ് ആംഗിൾ കൂടുതൽ. അപ്പൊ കമ്പാരിറ്റീവ് റിപ്പൾഷൻ എന്തായിരിക്കും? കുറവായിരിക്കും. സോ ലോൺ പെയർ ഇലക്ട്രോൺ ഈസ് ആൾവേസ് പ്ലേസ്ഡ് അറ്റ് ഇക്വറ്റോറിയൽ. കറക്റ്റ് അല്ലേ? അപ്പൊ ഞാനൊരു ലോൺ പെയർ ഞാൻ ഇക്വറ്റോറിയൽ പ്ലേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ ആരെടുക്കുകയാണ്? ഞാൻ ബോണ്ട് പെയർ മാറ്റിയത്. 3 ഇക്വറ്റോറിയൽ അല്ലേ? ഈ 3 ഇക്വറ്റോറിയൽ ആംഗിൾ എന്താണ്? 120. അപ്പൊ ഏത് ഇക്വറ്റോറിയൽ നമുക്ക് എടുക്കാം? ഞാനിത് ഇവിടെ നിന്ന് ഈ ബോണ്ട് പെയറിനെ മാറ്റി. അപ്പൊ ഇവിടെ ലോൺ പെയർ ആയില്ലേ? ഇനി ഷേപ്പ് പറയാൻ ആര് വേണ്ട? ഇനി ലോൺ പെയർ ഒഴിവാക്കിയിട്ട് ഷേപ്പ് പറയാടാ. ഇതേതാ ഷേപ്പ്? സീസോ ഷേപ്പ് അല്ലേ? യെസ്, നമ്മൾ LKG ക്ലാസ്സിലൊക്കെ പാർക്ക് കണ്ട സീസോ. കറക്റ്റ്. നെക്സ്റ്റ്, വീണ്ടും ഒരു ലോൺ പെയർ നമ്മൾ ഒഴിവാക്കണം. വീണ്ടും നമ്മൾ ലോൺ പെയറിനെ എവിടുന്ന് ഒഴിവാക്കേണ്ടത്? ഇക്വറ്റോറിയൽ. ഇത് 2 ഇക്വറ്റോറിയൽ എവിടുന്ന് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിത് ഇവിടുന്ന് ഞാനിത് ഒഴിവാക്കി. ഇവിടുന്ന് ഒരു ലോൺ പെയറിനെ ഒഴിവാക്കി. യെസ്. അപ്പൊ ഇത് ഏതാ ഷേപ്പ്? ലോൺ പെയർ വേണ്ട ഷേപ്പ് ഏതാ? ടി ഷേപ്പ്. വീണ്ടും ഒരു ലോൺ പെയർ വരുന്നില്ലേ? ആ ലോൺ പെയർ ഒഴിവാക്കിയത്. ലോൺ പെയർ ഇലക്ട്രോൺ എവിടുന്ന് എവിടെ പ്ലേസ് ലോൺ പെയർ ഇലക്ട്രോണിന്? ഇക്വറ്റോറിയൽ. അപ്പൊ ഇവിടെ ബോണ്ട് മാറ്റി ഇവിടെ ആര് വെച്ചു? ലോൺ പെയർ വെച്ചു. അപ്പൊ നിങ്ങൾ നോക്കിയടാ, ഷേപ്പ് ഏതാടാ? ഷേപ്പ് പറയാൻ ആരാ എടുക്കരുത്? ഈ ലോൺ പെയറിനെ എടുക്കുക. അപ്പൊ ഷേപ്പ് ഏതാടാ? ലീനിയർ ഷേപ്പ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പൊ ജസ്റ്റ് ഞാൻ പറയാം, നിങ്ങളൊന്ന് പറയണേ. ഫസ്റ്റ് AB5 ട്രയാഗണൽ ട്രയാഗണൽ ബൈപിരമിഡ്. സോ ഇതിലേക്ക് ലോൺ പെയർ ഇലക്ട്രോൺ ഈസ് ആൾവേസ് പ്ലേസ്ഡ് അറ്റ് ഇക്വറ്റോറിയൽ. ഞാൻ ഇക്വറ്റോറിയൽ ലോൺ പെയർ വെച്ചു. ഷേപ്പ്. വീണ്ടും ഒരു ലോൺ പെയർ അടുത്ത ഇക്വറ്റോറിയൽ വെച്ചു, ബോണ്ട് പെയർ ഒഴിവാക്കിയിട്ട് ടി ഷേപ്പ്. വീണ്ടും ഒരു ലോൺ പെയർ ബോണ്ട് പെയർ ഒഴിവാക്കി ലോൺ പെയർ വെച്ചു. ഷേപ്പ് ലീനിയർ ഷേപ്പ്. ഇതിന്റെ ജോമെട്രി എന്താണെന്ന് നമ്മോട് ചോദിച്ചു കഴിഞ്ഞാൽ, ജോമെട്രി പറയുമ്പം ഈ ലോൺ പെയർ നമ്മൾ കൺസിഡർ ചെയ്യണം. ഇത് ഇലക്ട്രോൺ ജോമെട്രി ആണ് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ജോമെട്രി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം, ജോമെട്രി എന്താ? ട്രയാഗണൽ ബൈപിരമിഡ്. ഷേപ്പ് എന്താണെന്ന് ചോദിച്ചാൽ ഈ ലോൺ പെയറിനെ ഒഴിവാക്കിയിട്ട് പറയണം, ഷേപ്പ് എന്താണ്? ലീനിയർ. കറക്റ്റ് അല്ലേ? യെസ്. ഇതാണ് നമ്മൾ സ്റ്റെറിക് നമ്പർ 5 നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. നെക്സ്റ്റ് നമ്മൾ സ്റ്റെറിക് നമ്പർ 6 നമുക്ക് മൂവ് ചെയ്യാം.
എടാ ഇതിലില്ലടാ, ഇതിൽ എത്ര 90 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്? എത്ര 90 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്? എത്ര 120 ഡിഗ്രി ആംഗിൾ വരുന്നുണ്ട്? ഇതും ഇതും എന്താ 90 ഡിഗ്രി, ഇതും ഇതും എന്താ 90 ഡിഗ്രി, ഇതും ഇതും എന്താ 90 ഡിഗ്രി. ഓക്കെ, ഇതും ഇതും എന്താ 120, ഇത് 120, ഇത് 120. ഇതുപോലെ താഴെ ഈ ബോണ്ടും 90 ഡിഗ്രി, ഈ ബോണ്ടും 90 ഡിഗ്രി, ഈ ബോണ്ടും 90 ഡിഗ്രി. സോ 90 ഡിഗ്രി ആംഗിൾ ഇതിൽ എത്ര വരുന്നുണ്ട്? 120 ഡിഗ്രി എത്ര വരുന്നുണ്ട്? 3. കറക്റ്റ് അല്ലേ? അടുത്ത ടൈപ്പിലേക്ക് നമ്മൾ മൂവ് ചെയ്യാണ്. AB6, സ്റ്റെറിക് നമ്പർ 6, AB6. AB6ൽ നമുക്ക് വരുന്ന ഒരു കേസ് സ്റ്റെറിക് നമ്പർ 6 AB6. ഇതിൽ ഫസ്റ്റ് AB6 എല്ലാം ബോണ്ട് പെയർ വരുന്നത്. AB6 സ്റ്റെറിക് നമ്പർ 6 എല്ലാം ബോണ്ട് പെയർ വരുന്നത് AB6. അത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ലോൺ പെയർ വരുന്നത് AB5E അല്ലെങ്കിൽ AB5L. അത് കഴിഞ്ഞാൽ രണ്ട് ലോൺ പെയർ വരുന്നത് ഏതായിരിക്കും? AB4E2. ഓക്കെ, AB6 വന്നാൽ AB6 നമുക്കിതെന്തുവാ? സ്ക്വയർ പ്ലാനാർ. സ്ക്വയർ പ്ലാനാറിൽ ഇവിടെ നമ്മൾ ഒരു പിരമിഡ് കൊടുക്കുന്നു, ഇവിടെയും ഒരു പിരമിഡ് കൊടുക്കുന്നു. സ്ക്വയർ ബൈ പിരമിഡൽ. എടാ ഇവിടെ ഒരു ഫേസ് വരുന്നില്ലേ? ഇവിടെ ഒരു ഫേസ് വരുന്നില്ലേ? ഇവിടെ ഒരു ഫേസ് വരുന്നില്ലേ? ഇവിടെ ഒരു ഫേസ് വരുന്നില്ലേ? അപ്പൊ ടോപ്പിൽ എത്ര ഫേസ് വന്നു? 4. സെയിം ഈ ബോട്ടം സൈഡിലും ഇങ്ങനെ 4 ഫേസ് വരുന്നില്ലേ? ടോട്ടൽ എത്ര ഫേസ്? 8 ഫേസ്. അപ്പൊ ഇതാ ഷേപ്പ് ഒക്ടാഹീഡ്രൽ ഷേപ്പ്. ഈ ഒക്ടാഹീഡ്രൽ ഷേപ്പിൽ എല്ലാ ആംഗിളും എത്രയാടാ? ഇതെല്ലാം എന്താ ആംഗിൾ? 90 ഡിഗ്രി. ഇതെല്ലാം 90 ഡിഗ്രി അല്ല 90 ഡിഗ്രി അല്ലേ? അല്ല 90 ഡിഗ്രിയാണ്. യെസ്. ഇനി ലോൺ പെയർ നമ്മൾ എവിടെ പ്ലേസ് ചെയ്യണം? അടുത്ത ലോൺ പെയർ വരെയാണ്. ഒരു ലോൺ പെയർ വരെയാണ് AB6. ഓക്കെ, AB6 ജോമെട്രി, ഷേപ്പ്, ഒക്ടാഹീഡ്ര, എല്ലാ ആംഗിളും 90 ഡിഗ്രി. ഇനി ഇതിൽ ആരെ പ്ലേസ് ചെയ്യണം? അടുത്തത് ലോൺ പെയർ. എടാ ലോൺ പെയറിന് ഇതിൽ എവിടെ പ്ലേസ് ചെയ്യണം? ഇതിൽ ആക്സിൽ എവിടെ? ഇതിൽ ഇക്വറ്റോറിയൽ എവിടെ? ഇതിൽ ആക്സിൽ എവിടെ? ടച്ച് ചെയ്തോളൂ. ഇതിൽ രണ്ട് ഡിഫറെന്റ് ബോണ്ട് വരുന്നുണ്ടോ? ഇല്ല. ഇതിലെല്ലാ ബോണ്ടും എന്താ? സെയിം. ഇതിൽ രണ്ട് ഡിഫറെന്റ് ബോണ്ട് ആംഗിൾ വരുന്നുണ്ടോ? ഇല്ല. എല്ലാ ബോണ്ടും എന്താ? 90 ഡിഗ്രി. നമുക്കറിയാം ലോൺ പെയറിനെ നമ്മൾ പ്ലേസ് ചെയ്യേണ്ടത് എവിടെയാണോ ബോണ്ട് ആംഗിൾ കൂടുതലുള്ളത് അവിടെയാണ് ലോൺ പെയറിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ സർ ഇതിലെല്ലാ ബോണ്ട് ആംഗിളും എത്രയാ? 90 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്ലേസിലും ആരെ വെക്കാം? ലോൺ പെയറിനെ വെക്കാം. എന്നാൽ ഈ കേസിൽ അങ്ങനെ ആയിരുന്നോ? അല്ല. ഇവിടെ എല്ലാ ബോണ്ട് ആംഗിളും 90 ഡിഗ്രി ആണ്. ലോൺ പെയറിനെ എവിടെ വേണമെങ്കിലും വെക്കാം. വെച്ചോളൂ, ഒരു ലോൺ പെയറിനെ വെച്ചോളൂ. ഒരു ബോണ്ട് എടുത്തോളൂ. യെസ്. ഇതിന്റെ ഷേപ്പ് എന്താ? ഇതിന്റെ ഷേപ്പ് ഇതാ സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. അപ്പൊ AB5E എന്ന് പറഞ്ഞാൽ സ്ക്വയർ പിരമിഡ്. ഇതിന്റെ ജോമെട്രി എന്താ? ഒക്ടാഹൈഡൽ. ഇലക്ട്രോൺ ജോമെട്രി ഒക്ടാഹൈഡൽ. ഷേപ്പ് എന്താണ്? സ്ക്വയർ പിരമിഡൽ. കറക്റ്റ്. നെക്സ്റ്റ് അടുത്ത് നമുക്ക് രണ്ട് ലോൺ പെയറിനെ ഒഴിവാക്കണം. AB4E2 രണ്ട് ലോൺ പെയറിനെ ഇതിന്ന് റിമൂവ് ചെയ്യണം. ലോൺ പെയർ ശ്രദ്ധിക്കണം നിങ്ങൾ. ലോൺ പെയറിനെ റിമൂവ് ചെയ്ത് രണ്ട് ലോൺ പെയർ വന്നില്ലേ? ആ ലോൺ പെയർ എങ്ങനെ നിൽക്കണം? അടുത്തടുത്ത് നിന്ന് റിപ്പൽഷൻ കൂടും. അപ്പൊ ഓപ്പോസിറ്റ് നിൽക്കണം. നിങ്ങൾക്ക് ഇതിന്ന് രണ്ട് ബോണ്ട് മാറ്റിയിട്ട് എന്താക്കാം? രണ്ട് ലോൺ പെയർ ആക്കാം. അതല്ലാതെ AB4E2. അങ്ങനെ ഒഴിവാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു ലോൺ പെയറിൽ ഒഴിവാക്കി അടുത്ത ലോൺ പെയർ വെക്കുമ്പോൾ ആ രണ്ട് ലോൺ പെയറും എങ്ങനെ നിൽക്കാൻ പാടില്ല? അടുത്തടുത്ത് നിൽക്കരുത്. അപ്പൊ റിപ്പൽഷൻ നല്ലോണം ഉണ്ടാവും. ഒഴിവാക്കിയുള്ളൂ. ഒരു ബോണ്ട് പെയർ മാറ്റുക, ലോൺ പെയർ വെക്കുക. അപ്പൊ അവിടുന്ന് മാറ്റുക. അപ്പൊ അതിന് നേരെ ഓപ്പോസിറ്റ് നിർത്തും. യെസ്.
ഇതിന്റെ ഷേപ്പ് എന്താ? ഇതിന്റെ ഷേപ്പ് എന്താ? സ്ക്വയർ പ്ലാനാർ. ഇതിന്റെ ജോമെട്രി എന്താ? ഒക്ടാഹൈഡ്രൽ. ഷേപ്പ് എന്താ? സ്ക്വയർ പ്ലാനാർ. ഇത്രയാണ് നമുക്ക് VSEPR3 വരുന്ന ഡിഫറെന്റ് ടൈപ്പ്. കറക്റ്റ് അല്ലേ? യെസ്. അപ്പം ഞാൻ ഒന്ന് പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണേ. അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തു. യെസ്, ഇത്രയും ടൈപ്പ്. അയ്യോ ഷേപ്പ് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. യെസ്, ഒന്ന് പറയണേ. ഇതൊന്ന് കണക്ട് ചെയ്യണം. Steric number 2. Steric number 2. Linear. Type AB2. Correct അല്ലേ? നെക്സ്റ്റ് നമുക്ക് steric number 3. Steric number 3. Trigonal planar. അതൊരു ലോൺ പെയർ വന്നാൽ ടൈപ്പ് AB2E. ബെൻഡ് ഷേപ്പ്. ഓക്കെ, അതോടെ അത് കഴിഞ്ഞു. നെക്സ്റ്റ് steric number 4. Steric number 4. Tetrahedral geometry. First type AB4 tetrahedra. Second AB3E bend. Next AB2E2 bend. Finish. അത് കഴിഞ്ഞു. അടുത്ത കേസിൽ നമ്മൾ steric number 5 വരുന്ന കേസിൽ നമ്മൾ ഇലക്ട്രോൺ ലോൺ പെയറിനെ പ്ലേസ് ചെയ്യാണ് വേണ്ടത്. ബോണ്ട് ആംഗിൾ ഒന്നും ചേഞ്ച് ചെയ്യരുത്. steric number 5. Steric number 5. Trigonal bipyramid. സോ ഇതിൽ 1 ലോൺ പെയർ എവിടെ വെക്കണം? ഇക്വറ്റോറിയൽ. ടൈപ്പ് AB4E. സീസോ. നെക്സ്റ്റ് വീണ്ടും ലോൺ പെയർ ഇലക്ട്രോൺ എവിടെ പ്ലേസ് ചെയ്യണം? ലോൺ പെയർ ഇലക്ട്രോൺ ഈസ് ആൾവേസ് പ്ലേസ്ഡ് അറ്റ് ഇക്വറ്റോറിയൽ. ടൈപ്പ് AB3E2. ഏതാ ഷേപ്പ്? ടി ഷേപ്പ്. ഏതാ ഇലക്ട്രോൺ ജോമെട്രി? ഏതാ? ട്രയഗണൽ ബൈപിരമിഡ്. നെക്സ്റ്റ് ഒരു ലോൺ പെയറും കൂടെ നമ്മൾ റിമൂവ് ചെയ്യാണ്. ലോൺ പെയർ ഇലക്ട്രോൺ എവിടെ റിമൂവ് ചെയ്യണം? ഇക്വറ്റോറിയൽ. ലീനിയർ ഷേപ്പ്. ഇലക്ട്രോൺ ജോമെട്രി ട്രയഗണൽ. ഓക്കെ. നെക്സ്റ്റ് ലാസ്റ്റ് steric number 6. Steric number 6. Octahedral geometry. AB6 octahedra. Then AB5E square planar. Square pyramidal. AB5E2 square planar. സോ ഇത്രയും ടൈപ്പ് മോളിക്യൂൾ ആണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് VSEPR തിയറി ബേസ് ചെയ്ത് നമ്മൾ ചോദിക്കുന്നത്. സോ ടോട്ടൽ നമുക്ക് ഒരു 12 മോളിക്യൂൾ ഉണ്ട്. അതിൻ്റെ ഇലക്ട്രോൺ ജോമെട്രിയും അതിൻ്റെ ഷേപ്പുമാണ് നമ്മൾ അറിയേണ്ടത്. കറക്റ്റ് അല്ലേ? ഇനി നമ്മൾ ഇതിലേക്കൊന്ന് വരാം. ഇതിൻ്റെ എക്സാമ്പിളിലേക്ക് നമുക്കൊന്ന് വരാം. ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങൾ. ഈ VSEPR തിയറിയുടെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, പ്രോബ്ലം അല്ല, ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്, നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുന്നതാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ നേരത്തെ വരച്ചിട്ടുണ്ട്. യെസ്, ഇതാ ഇങ്ങനെ വരച്ചു. ഇതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സ്ട്രക്ചർ. ഇതിൽ എത്ര ബോണ്ട് പെയർ വരുന്നുണ്ട്? എത്ര ബോണ്ട് പെയർ വരുന്നുണ്ട്? 4 ബോണ്ട് പെയർ. 4 ബോണ്ട് പെയർ വരുന്നില്ലേ? VSEPR തിയറിയിൽ സെൻട്രൽ എലമെന്റ്, ഇവിടെ കാർബൺ അല്ലേ, ഒരു ആറ്റത്തിൽ സെൻട്രൽ എലമെന്റ്, എന്നിട്ട് ഇവിടെ ഒരു സറൗണ്ടിങ് എലമെന്റ് വന്നിട്ട് ബി വന്നിട്ടുണ്ട്, ഇവിടെ ബി വന്നിട്ടുണ്ട് കരുതുക. ഈ സെൻട്രൽ എലമെന്റിന് ചുറ്റും ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ, സെൻട്രൽ എലമെന്റിന് ചുറ്റും ഇപ്പോൾ ഇവിടെ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ ആ ഡബിൾ ബോണ്ടിനെ നമ്മൾ സിംഗിൾ ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പൊ സെൻട്രൽ എലമെന്റ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഈ എ എന്നുള്ള VSEPR തിയറി ബേസ് ചെയ്ത് ഈ AB2 എന്നുള്ള ഈ ഒരു മോളിക്യൂൾ ഞാൻ ഇങ്ങനെ സ്ട്രക്ചർ റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്ക് ചുറ്റും എത്ര ബോണ്ട് പെയർ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് 2 ബോണ്ട് പെയർ എന്നേ പറയാൻ പാടുള്ളൂ. 3 ബോണ്ട് പെയർ എന്ന് പറയരുത്. കാരണം ഇതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? ഒരു ബോണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. ക്ലിയർ ആണോ? അപ്പൊ നിങ്ങൾ നോക്കിയേ, കാർബൺ ഡൈ ഓക്സൈഡ് CO2, ഈ CO2 സെൻട്രൽ എലമെന്റ് കാർബണ് ചുറ്റും എത്ര ബോണ്ട് പെയർ ഉണ്ട്?
According to VSEPR model, double bond is considered as a single bond. Multiple bond ne single bond ആയിട്ട് കൺസിഡർ ചെയ്യണം. ഡബിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം. ട്രിപ്പിൾ ബോണ്ടിനെ സിംഗിൾ ബോണ്ട് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇവിടെ രണ്ട് ബോണ്ട് ഉണ്ടെങ്കിലും നമ്മൾ എന്തായിട്ടാ കൺസിഡർ ചെയ്യേണ്ടത്? ഒരു ബോണ്ട്. അപ്പൊ ഇതിൽ എത്ര ബോണ്ട് ഉണ്ട്? എത്ര ബോണ്ട് പെയർ ഉണ്ട്? രണ്ട് ബോണ്ട് പെയർ. എത്ര ലോൺ പെയർ ഉണ്ട്? സെൻട്രൽ എലമെന്റിലേക്ക് നോക്ക്. എത്ര ലോൺ പെയർ ഉണ്ട്? എടാ കാർബൺ ചുറ്റും എത്ര ലോൺ പെയർ ഉണ്ട്? 0 ലോൺ പെയർ. എത്ര ബോണ്ട് പെയർ ഉണ്ട്? 2 ബോണ്ട് പെയർ. അപ്പൊ ഏത് ടൈപ്പ് ആയത്? AB2 ടൈപ്പ്. AB2 ടൈപ്പിലെ ഷേപ്പ് എന്താ? ലീനിയർ ഷേപ്പ്. അപ്പൊ VSEPR തിയറിയിൽ നമ്മൾ ബോണ്ട് പെയറും ലോൺ പെയറും നോക്കുമ്പോൾ ആരെ നോക്കേണ്ടത്? സെൻട്രൽ എലമെന്റ്. മൾട്ടിപ്പിൾ ബോണ്ട്, ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ടെങ്കിൽ അതിന് നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? സിംഗിൾ ബോണ്ട് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഓരോരോ എക്സാമ്പിൾ നമുക്ക് ഫസ്റ്റ് മൂവ് ചെയ്യാം. ഇതെങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണേ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു മോളിക്യൂൾ കൺസിഡർ ചെയ്യാണ്. ഇപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ എടുക്കാം. നമുക്ക് ClF3 എന്നുള്ള മോളിക്യൂൾ എടുക്കാം. ClF3 നിങ്ങൾ നോക്കുക, ഇതിലെ സെൻട്രൽ എലമെന്റ് ആരാ? Cl. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7. അപ്പൊ ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. സിമ്പിൾ ആണ് കാര്യം. ഇത് ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. സെൻട്രൽ എലമെന്റ് ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7. ഇത് എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? 3 ബോണ്ട്. അപ്പൊ ബോണ്ട് പെയർ എത്ര? ClF3 ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ നമുക്ക് 7 ആണ്. അതിൽ ഈ ക്ലോറിൻ ഫ്ലൂറിനുമായിട്ട് 3 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. 3 ബോണ്ട് പെയർ ആയി. ബാക്കി എത്ര ഇലക്ട്രോൺ കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല? 4 എണ്ണം. കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യാത്ത ഇലക്ട്രോൺ പെയർ ആയിട്ട് നമ്മൾ പറയാം ലോൺ പെയർ. എത്ര ലോൺ പെയർ ഉണ്ട്? 2 എണ്ണം. എത്ര ലോൺ പെയർ ഉണ്ട്? 2 എണ്ണം. ശരിയല്ലേ? ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7. നോക്കൂ, അതിലേക്ക് നോക്കൂ, എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? ഫ്ലൂറിനുമായിട്ട് 3 ബോണ്ട്. അപ്പൊ ബോണ്ട് പെയർ 3. ഇനി എത്ര ലോൺ പെയർ ഉണ്ട്? 2. അപ്പൊ ഇത് ഏത് ടൈപ്പാ? 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും. ടൈപ്പ് ഏതാണ്? ടൈപ്പ് AB3E2. ഞാൻ ഒന്ന് ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ക്ലിയർ ആവും. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. ക്ലോറിന്റെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? 3 ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്. 7 - 3 4. അതെങ്ങനെ എക്സിസ്റ്റ് ചെയ്യാം? പെയർ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. 7 - 3 4 അല്ലേ? അതിന്റെ ഹാഫ് എടുക്കുക, അത് 2. അപ്പൊ ഇതിൽ ClF3 VSEPR തിയറി ബേസ് ചെയ്ത് ഇതിൽ 3 ബോണ്ട് പെയറും 2 ലോൺ പെയറും ആണ് ഇതിലുള്ളത്. ഇത് ഏത് ടൈപ്പാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് ഏതാണ്? AB3E2 ടൈപ്പാണ്. AB3E2 ടൈപ്പ്. AB3E2 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രോൺ ജോമെട്രി ഏതാണ്? AB3E2 എന്ന സ്റ്റെറിക് നമ്പർ. AB3E2 എന്ന് പറഞ്ഞാൽ സ്റ്റെറിക് നമ്പർ പറയാ, സ്റ്റെറിക് നമ്പർ 5. സ്റ്റെറിക് നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ജോമെട്രി എന്ത് വരും? ട്രയഗണൽ ബൈപിരമിഡ്. അപ്പൊ ട്രയഗണൽ ബൈപിരമിഡ് നമ്മളെ മൈൻഡിൽ വന്നു. ട്രയഗണൽ ബൈപിരമിഡിൽ 2 ലോൺ പെയർ വന്നാൽ ട്രയഗണൽ ബൈപിരമിഡ്. അത് 2 ലോൺ പെയർ വന്നാൽ ടി ഷേപ്പ്. വെരി ഗുഡ്. അപ്പൊ ടി ഷേപ്പ് കറക്റ്റ് അല്ലേ മക്കളെ? ആ ബോണ്ട് പെയറും ലോൺ പെയറും നമ്മൾ കൗണ്ട് ചെയ്തില്ലേ? ആ ബോണ്ട് പെയറിന്റെയും ലോൺ പെയറിന്റെയും നമ്പർ നമ്മൾ സ്റ്റെറിക് നമ്പർ എന്ന് വിളിക്കും. അങ്ങനെ നമുക്ക് സ്റ്റെറിക് നമ്പർ എത്ര കിട്ടിയത്? 5. ഈ സ്റ്റെറിക് നമ്പർ 2 ആണെങ്കിൽ ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് SP ആയിരിക്കും. ഹൈബ്രിഡൈസേഷൻ SP. സ്റ്റെറിക് നമ്പർ 3 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP2 ആയിരിക്കും. സ്റ്റെറിക് നമ്പർ 4 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ SP3. സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ ഒരു S ഓർബിറ്റൽ, 3p ഓർബിറ്റൽ, അടുത്തൊരു D ഓർബിറ്റൽ. ഇനി സ്റ്റെറിക് നമ്പർ
6 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d2. ഇനി സ്റ്റെറിക് നമ്പർ 7 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3d3. സോ ഈ ഒരു ഐഡിയ നമുക്ക് അറിയണമെങ്കിൽ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ബോൺ പെയർ ലോൺ പെയർ എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ഏത് ടൈപ്പ് മോളിക്യൂളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ഇലക്ട്രോൺ ജോമെട്രി ഐഡന്റിഫൈ ചെയ്യാം, അതുപോലെ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യാം. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ ഏതാ? Cl(F3) ഹൈബ്രിഡൈസേഷൻ. ഇപ്പൊ നോക്കുക, സ്റ്റെറിക് നമ്പർ എത്രയാ? സ്റ്റെറിക് നമ്പർ 5. സ്റ്റെറിക് നമ്പർ 5 എന്ന് പറഞ്ഞാൽ ഒരു s ഓർബിറ്റൽ 3 p ഓർബിറ്റൽ, അപ്പം 4 ആയി. ഒന്നും കൂടെ എടുക്കാൻ d ഓർബിറ്റൽ. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേ പറയുന്നത്? നമുക്കറിയാം ഓർബിറ്റൽസ് എന്ന് പറയുമ്പം നമുക്ക് എസ് ഓർബിറ്റൽ ഉണ്ട്. എസ് ഓർബിറ്റൽ 1 അല്ലേ ഉള്ളത്. പി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ പി എക്സ്, പി വൈ, പി സെഡ്. ഡി ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ 1 2 3 4 5. സ്റ്റെറിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് എസും പി എടുക്കുക. സ്റ്റെറിക് നമ്പർ 2 എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ എസ് പി. സ്റ്റെറിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എസ് എടുക്കുക, ഇവിടുന്ന് 2 പി എടുക്കുക. അപ്പൊ സ്റ്റെറിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡൈസേഷൻ sp2. സ്റ്റെറിക് നമ്പർ 3 എന്ന് പറഞ്ഞാൽ സ്റ്റെറിക് നമ്പർ 4 എന്ന് പറഞ്ഞാൽ ഒരു എസ് ഓർബിറ്റൽ 3 പി ഓർബിറ്റൽ. അപ്പൊ സ്റ്റെറിക് നമ്പർ 4 sp3. ഇനി സ്റ്റെറിക് നമ്പർ 5 ആണെങ്കിൽ 5 ഓർബിറ്റൽ എടുക്കണം. ഇവിടുന്ന് എസ്, ഇവിടുന്ന് 3 പി, ഇവിടുന്ന് ഡി. അപ്പൊ അത് sp3d എന്ന് വരും. കറക്റ്റ്. സ്റ്റെറിക് നമ്പർ 6 വന്നാൽ ഒരു എസ്, 3 പി 2 ഡി. അപ്പൊ sp3d. അപ്പൊ സ്റ്റെറിക് നമ്പർ 7 വന്നാൽ sp3d2 sp3d3. അപ്പൊ 7 ആയി. 7 ഓർബിറ്റൽ എടുക്കാം. കറക്റ്റ് അല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ചെയ്യണേ brf5 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 brf5. സെൻഡ് എലമെന്റ് ബ്രോമിൻ ആണ്. സെൻഡ് എലമെന്റ് ബ്രോമിൻ ആണ്. ബ്രോമിന്റെ വാലൻസ് ഇലക്ട്രോൺ 7. ബ്രോമിൻ ഹാലജൻ ഫാമിലിയാണ്. സോ വാലൻസ് ഇലക്ട്രോൺ 7. ആ 7 നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യാം. 7 നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യും. brf5 ബ്രോമിലെ വാലൻസ് ഇലക്ട്രോൺ 7. സോ നിങ്ങൾ ചെയ്യേണ്ടത് brf5 ബ്രോമിലെ വാലൻസ് ഇലക്ട്രോൺ 7 ആണ്. നമുക്കറിയാം 7. സോ അതിൽ എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? ബ്രോമിൻ 5 ബോണ്ട്. അപ്പം എത്ര ഇലക്ട്രോൺ ബോണ്ടിങ്ങിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല? 2 എണ്ണം. എത്ര പെയർ? 1 പെയർ. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതാൽ മതി. 7 - 5 2 ഡിവൈഡഡ് ബൈ 2 1. അപ്പൊ brf5 എത്ര ബോണ്ട് പെയർ ഉണ്ട്? 5 ബോണ്ട് പെയർ ഉണ്ട്, 1 ലോൺ പെയർ ഉണ്ട്. ചോദിക്കും brf5 എത്ര ലോൺ പെയർ, എത്ര ബോണ്ട് പെയർ? ബോണ്ട് പെയർ 5 വരുന്നുണ്ട്, ലോൺ പെയർ 1 വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതിന്റെ സ്റ്റെറിക് നമ്പർ എത്രയാ? സ്റ്റെറിക് നമ്പർ എത്ര? സ്റ്റെറിക് നമ്പർ എന്ന് പറയുന്നത് 5 + 1 = 6. സ്റ്റെറിക് നമ്പർ 5 + 1 = 6. സ്റ്റെറിക് നമ്പർ 6 ആണെങ്കിൽ ഇതിന്റെ ഇലക്ട്രോൺ ജോമെട്രി എന്താ വരിക? സ്റ്റെറിക് നമ്പർ 6 ആണെങ്കിൽ ഇലക്ട്രോൺ ജോമെട്രി ഒക്ടാഹൈഡ്രൽ ജോമെട്രി. സോ ഒക്ടാഹൈഡ്രൽ ജോമെട്രിയിൽ ഒരു ലോൺ പെയർ വന്നാൽ സ്ക്വയർ പ്ലാനാർ. അപ്പൊ ഇതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്ക്വയർ പ്ലാനാർ അല്ല. ഷേപ്പ് എന്താ വരിക? സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. സ്ക്വയർ പിരമിഡൽ ഷേപ്പ്. സോ നമുക്ക് ബോണ്ട് പെയർ കിട്ടും, ലോൺ പെയർ കിട്ടും,
ഹൈബ്രിഡൈസേഷൻ 6 ആണെങ്കിൽ ഹൈബ്രിഡൈസേഷൻ sp3 4 ആയിട്ടുള്ളൂ, d5 ആയിട്ടുള്ളൂ, ഒന്നുകൂടെ വേണ്ട sp3d2. ഹൈബ്രിഡൈസേഷൻ sp3d2. കറക്റ്റ് അല്ലേ? സിക്സ് ആണ്. 2- മീൻസ് എക്സ്ട്രാ 2 ഇലക്ട്രോൺ കൂടെ വന്നിട്ടുണ്ട്. സൾഫർ ആണ് നോക്കേണ്ടത് സെൻട്രൽ എലമെന്റ്. സൾഫറിലെ വാലൻസ് ഇലക്ട്രോൺ 6 ആണ്. 2- മീൻസ് 2 ഇലക്ട്രോൺ എക്സ്ട്രാ വന്നില്ലേ? വന്നോ? യെസ്. അപ്പോൾ ഇലക്ട്രോൺ എത്രയാടാ? 8 വന്നു. ഇനി എത്ര ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ട്? 4 ബോണ്ട്. കറക്റ്റ്. എടാ ആരാ ബോണ്ട് ഫോം ചെയ്തത്? ഓക്സിജൻ ആണ്. അപ്പൊ ഓക്സിജൻ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ മീൻസ് നമുക്കറിയാം അത് എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട് ആണ്. ഓക്സിജൻ ഒരു ബോണ്ട് ഫോം ചെയ്യാൻ മീൻസ് ഡബിൾ ബോണ്ട് ആണ്. അപ്പൊ ഇവിടെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ 8 - 4 എന്നല്ല ചെയ്യേണ്ടത്, 8 - 8. ക്ലിയർ ആണോ? 8 - 4 ചെയ്യരുത്. ഓക്സിജൻ ആണ് ബോണ്ട് ഫോം ചെയ്തത്. ഓക്സിജൻ ഫോം ചെയ്യുന്ന ബോണ്ട് ഡൈവാലന്റ് ഡബിൾ ബോണ്ട് ടൈപ്പ് ബോണ്ട് ആണ്. അതുകൊണ്ട് ഓക്സിജൻ ആണ് ഇവിടെ വരുന്നതെങ്കിൽ 8 - 4 എന്നല്ല, 8 - 8. അപ്പൊ എന്ത് വരും? 0. അപ്പൊ SO4 2- എത്ര ബോണ്ട് പെയർ ഉണ്ട്? 4 ബോണ്ട് പെയർ. എത്ര ലോൺ പെയർ ഉണ്ട്? എത്ര ബോണ്ട് പെയർ ഉണ്ട് സൾഫറിന് ചുറ്റും? 4 ബോണ്ട് പെയർ. സൾഫറിന് ചുറ്റും എന്തില്ല? ലോൺ പെയർ ഇല്ല. ഓക്സിജന്റെ കാര്യം നമ്മൾ പറയുന്നേ ഇല്ല. SO4 2- സൾഫറിന് ചുറ്റും എത്ര ബോണ്ട് പെയർ ഉണ്ട്? 4. ഓക്സിജന് ചുറ്റും എത്ര ലോൺ പെയർ ഉണ്ട്? സൾഫറിന് ചുറ്റും എത്ര ലോൺ പെയർ ഉണ്ട്? 0. SO4 2- എത്ര ലോൺ പെയർ ഉണ്ട് എന്നല്ല ചോദിക്കുന്നത്. അപ്പൊ ആരുണ്ടാവൂടാ? ഓക്സിജന്റെ മുകളിൽ ലോൺ പെയർ ഉണ്ടാകും. അതല്ല ഇപ്പൊ നമ്മൾ നോക്കുന്നത്. പറയുന്നത് ക്ലിയർ ആയോ? ഈ 4 ബോണ്ട് പെയർ 0 ലോൺ പെയർ കൺഫ്യൂഷൻ ഉണ്ടാവും. എന്താ കൺഫ്യൂഷൻ എന്നറിയോ? ഈ 4 എന്താ? സൾഫറിന് ചുറ്റുമുള്ള ബോണ്ട് പെയർ. ആ 0 എന്താ? സൾഫറിന് ചുറ്റുമുള്ള ലോൺ പെയർ. അല്ലാതെ SO4 2- ലോൺ പെയർ ആണോ? അല്ല. SO4 2- ലോൺ പെയർ നോക്കുമ്പോൾ നമ്മൾ ഒന്നും കൂടെ നോക്കണം, ഓക്സിജന് ചുറ്റുമുള്ള ലോൺ പെയർ നോക്കണം. ഒരു മോളിക്യൂളിന്റെ ഷേപ്പ് നോക്കാൻ ബോണ്ട് പെയറിനും ലോൺ പെയറും ആയിട്ടതാ നോക്കേണ്ടത്? സെൻട്രൽ എലമെന്റ്. അപ്പൊ സെൻട്രൽ എലമെന്റിന് ചുറ്റുമുള്ള ബോണ്ട് പെയറും ലോൺ പെയറും ആണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ സറൗണ്ടിങ് എലമെന്റ് ലോൺ പെയർ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് ഇല്ല. ക്ലിയർ ആണോ? SO4 2- 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണോ? അല്ല. SO4 2- 4 ബോണ്ട് പെയർ 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും അല്ല. കാരണം ഓക്സിജനിലൊക്കെ ലോൺ പെയർ ഉണ്ട്. SO4 2- സെൻട്രൽ എലമെന്റ് സൾഫറിന് ചുറ്റും 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണ്. അതിന് നമ്മൾ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തിനാ? മോളിക്യൂളിന്റെ ഷേപ്പിന് നമ്മൾ നോക്കുന്നത് സെൻട്രൽ എലമെന്റിന് ചുറ്റുമുള്ള ബോണ്ട് പെയറും ലോൺ പെയറും ആണ്, സറൗണ്ടിങ് അല്ല. അത് മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആണോ പറയുന്നത്? ക്ലിയർ ആണോ ഈ പറയുന്ന കാര്യം? SO4 2- 4 ബോണ്ട് പെയറും 0 ലോൺ പെയറും ആണോ? അല്ല. SO4- സൾഫർ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, അതിലൊക്കെ ലോൺ പെയർ ആഡ് ചെയ്യണ്ടേ? ആഡ് ചെയ്യണം. ഇപ്പൊ നമ്മള് ഹൈബ്രിഡൈസേഷൻ ഐഡന്റിഫൈ ചെയ്യാൻ VSEPR മോഡലിൽ മോളിക്യൂളിന്റെ ഷേപ്പ് കാണാൻ നോക്കുമ്പോൾ നമ്മൾ ആരെ മാത്രമേ നോക്കേണ്ടതുള്ളൂ? സെൻട്രൽ എലമെന്റ്. ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ മെയിൻലി ഡിപ്പെൻഡ് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ പെയർ, ബോണ്ട് പെയർ ആൻഡ് ലോൺ പെയർ അറൌണ്ട് ദ സെൻട്രൽ എലമെന്റ്. ഓക്കെ. അപ്പൊ 4 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ഉണ്ട്. ഇത് ചോദിക്കും അവര്. SO4 2- എത്ര ബോണ്ട് പെയർ ഉണ്ട്, എത്ര ലോൺ പെയർ ഉണ്ട് ചോദിക്കും. അപ്പൊ പിള്ളേർ എഴുതി വെക്കും 4 ബോണ്ട് പെയർ ഉണ്ട്, 0 ലോൺ പെയർ ഉണ്ട്. കറക്റ്റ് അല്ല. നമ്മൾ ആരെ നോക്കിയിട്ടാ പറയാ? സെൻട്രൽ എലമെന്റ്. കാർബൺ ഡൈ ഓക്സൈഡിൽ നിങ്ങൾ പറയരുത് 2 ബോണ്ട് പെയറും 0 ലോൺ പെയർ എന്ന് പറയരുത്. ഇത് ഏത് ടൈപ്പാന്ന് അറിയാൻ വേണ്ടി. ഏത് ടൈപ്പാ കാർബൺ ഡൈ ഓക്സൈഡ്? കാർബൺ ഡൈ ഓക്സൈഡ് AB2 ആണോ, AB3 ആണോ, AB4 ആണോ? AB2. എത്ര ബോണ്ട് പെയർ? 2 ബോണ്ട് പെയർ ആൻഡ് 0 ലോൺ പെയർ. AB2 ടൈപ്പ്. സെൻട്രൽ എലമെന്റ് കാർബൺ,
എന്നിട്ട് 2 ഓക്സിജൻ Ab2, 2 bond pair and 0 lone pair. Steric number 2. Hybridization sp. Shape, geometry, linear shape, linear geometry. Correct അല്ലേ? എടാ നെക്സ്റ്റ് നമുക്ക് XeF2 XeF4. പക്ഷെ നിങ്ങൾ XeF2 ചെയ്യടാ. XeF2 ഇത് ഏത് ടൈപ്പ് ആണെന്ന് വേണം, സ്റ്റെറിക് നമ്പർ വേണം, ഹൈബ്രിഡൈസേഷൻ വേണം, ഇലക്ട്രോൺ ജോമെട്രി വേണം, ദെൻ ഷേപ്പ് വേണം. XeF2 XeF4. XeF2 എടാ ഒന്ന് നോക്കടാ. XeF2 സെൻഡ് എലമെന്റ് ഏതാ? സിനോൺ. സിനോണിന്റെ വാലൻസ് ഇലക്ട്രോൺ 8. ഇനി എത്ര ബോണ്ട് ഫോം ചെയ്യുന്നുണ്ട്? 2. അത് ഫ്ലൂറിനല്ലേ ബോണ്ട് ഫോം ചെയ്യുന്ന, ഓക്സിജൻ ഒന്നും അല്ലല്ലോ, ഫ്ലൂറിനാണ്. അപ്പൊ 8 - 2 6. 6/2 3. XeF2 ഏത് ടൈപ്പ് ആണ്? 2 ബോണ്ട് പെയറും 3 ലോൺ പെയർ വരുന്ന ടൈപ്പ് ആണ്. അതായത് Ab2 2 ബോണ്ട് പെയർ 3 ലോൺ പെയർ Ab2E3 എന്ന് പറഞ്ഞാൽ സ്റ്റെറിക് നമ്പർ 5. ഹൈബ്രിഡൈസേഷൻ sp3d. ഇലക്ട്രോൺ ജോമെട്രി ട്രയാഗണൽ ബൈപിരമിഡ്. അതിൽ 3 ലോൺ പെയർ ലീനിയർ അല്ലേ? ലീനിയർ. 3 സ്റ്റെറിക് നമ്പർ 5 3 ലോൺ പെയർ വന്നാൽ Ab2E3 ലീനിയർ. അതുപോലെ XeF4 ചെയ്യൂ. XeF4 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. XeF4 വെല്ലടിച്ചോ.